ഹഷ് മണി കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെച്ചു. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഭരണഘടനാ പരിരക്ഷയുണ്ടെന്ന US സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ജഡ്ജിയുടെ തീരുമാനം. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് മധു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത കണ്ടതാണ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സമയമാണെന്ന് തോന്നുന്നു. കാരണം ബൈഡന് പറ്റിയ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരുപാട് പേര് ഒപ്പം നിന്നവർ പോലും ബൈഡൻ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ കോടതി വിധി ഇങ്ങനെ വരുമ്പോൾ അതും ട്രംപിന് അനുകൂലമായി തന്നെ വരുന്നു അല്ലേ? എന്നാലും മതിച്ചോട്ടെ, സ്റ്റോമി ഡാനിയൽസ് എല്ലാ കാലവും ട്രംപിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ഡെമോക്രസിന്റെ വാള, അതിമാറ്റമല്ല കേട്ടോ. ഗുഡ് മോർണിംഗ് സ്മിത, ഹാഷ്മി. അതൊരു വാളായിട്ട് തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സ്മിത പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് സന്തോഷവും ആശ്വാസവുമുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഡിബേറ്റിൽ എതിർ സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ മോശപ്രകടനം, തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എടുത്ത തീരുമാനങ്ങൾക്ക് ഭരണഘടനാ പരിരക്ഷയുണ്ടെന്നുള്ള അസാധാരണമായ സുപ്രീം കോടതി വിധി, ഇപ്പോൾ പോൺ സ്റ്റാർ സ്റ്റോമി ഡാനിയൽസിന് ട്രംപ് ഹഷ്മണി നൽകിയ കേസിന്റെ വിധി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഈ വാർത്തകളെല്ലാം ട്രംപിന് വളരെ സന്തോഷം നൽകുന്നതായിരിക്കാം. ഈ ഹഷ്മണി കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് ഉവാൻ മെഷൻ അന്തിമ വിധി പ്രഖ്യാപിക്കുവാൻ കൂടുതൽ സമയമെടുക്കുവാൻ തീരുമാനിച്ചത് ഇന്നലെ US സുപ്രീം കോടതി പുറപ്പെടുവിച്ച US പ്രസിഡന്റുമാർക്കുള്ള ഭരണഘടനാ പരിരക്ഷയുടെ വെളിച്ചത്തിൽ ഈ വിധിയെ അത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്ന് പരിശോധിക്കുവാൻ കൂടി വേണ്ടിയാണ്. ഈ വിധി പറയുന്ന പുതിയ തീയതി സെപ്റ്റംബർ 18-നായിരിക്കും. അതായത് US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് വെറും 7 ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിൽ ട്രംപിന്റെ അറ്റോർണിമാർ ഈ വിധി മാറ്റി എഴുതുവാനുള്ള ഒരു വാദത്തിന് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ തന്നെ ജഡ്ജിനെ സമീപിച്ചിരുന്നു. അതേസമയം ട്രംപിന്റെ അവകാശവാദത്തിന് യാതൊരു മെറിറ്റുമില്ലെന്നാണ് മൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗ് പറഞ്ഞത്. ട്രംപ് തന്റെ വാദങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി ഒരു അവസരം കൂടി ട്രംപിന് നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹാഷ്മി, സ്മിത, സാധാരണയായി ഈ ഒന്നിനു പുറകെ ഒന്നായി കേസുകളൊക്കെ വേട്ടയാടുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും തളരുമ്പോൾ ഓരോ കേസും ട്രംപിന് കൂടുതൽ കരുത്ത് നൽകുന്ന അസാധാരണ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം ഈ അനുയായികൾ സംഭാവനയായി നൽകുന്നത് കോടിക്കണക്കിന് ഡോളറാണെന്ന് കൂടി ഓർക്കണം. സ്മിത, ഹാഷ്മി. ശരി, താങ്ക് യു. ഇനി പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ അല്ലേ? അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വരുന്ന വാർത്തകളെല്ലാം തന്നെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിത്വത്തിൽ അത് ട്രംപിന് ഗുണകരമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ രാമകൃഷ്ണനൊക്കെ പറയുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ബൈഡൻ തോറ്റു തുന്നം പാടുമെന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും അവരുടെ നയത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നയം അവിടെ തുടരും, എല്ലാ നയങ്ങളും അങ്ങനെ തന്നെ തുടരും. പിന്നെ അവിടെ രണ്ടിലൊരാൾ എന്നുള്ളത് ഒരു ദാദർ രാജ്യത്ത് നോക്കിക്കാണേണ്ടതുള്ളൂ എന്നുള്ളത് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.